ഒരു തിരുമുൽക്കാഴ്ചയുണ്ട്. കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തതാ. സമർപ്പിച്ചോളൂ. BJP നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ വേണം. രാജ്യത്ത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കണം. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഹിന്ദുവിനെ കുത്തിത്തിരിക്കാൻ പറ്റുക? ഇത് രണ്ടും വേണ്ടേ? അപ്പം മുസ്ലിങ്ങളെ കുഴപ്പക്കാരാക്കി ചിത്രീകരിച്ചേ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എനിക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരായിട്ട് സൗഹൃദം ഇല്ലാത്തതുകൊണ്ടാണ് അധികം ആശയപരമായിട്ട് ഞാൻ ഒരിക്കലും ചേരാത്ത ഒരു വിഭാഗമായതുകൊണ്ടാണ് ഞാൻ അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പൊതുവെ അവരുടെ വേദികളിൽ നാളിതുവരെ വിളിച്ചിട്ടുമില്ല. എത്രയോ കാലങ്ങളായിട്ട്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. ഇപ്പൊ എവിടെയുണ്ട്? ഒന്ന് കാണാൻ കൊതിയായി. എനിക്കും. കിൽമാറ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായ അഖിൽമാറ മത്സരിക്കും. പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. അൾട്ടിമേറ്റ്ലി വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയോ? സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. കേരളം പോലെ സ്ഥലത്ത് അവന് ഈ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ അധികം വിളയേണ്ട മോനെ, ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. പക്ഷെ എൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് 10 ലക്ഷവും കിട്ടണം, എനിക്ക് റീച്ചും കിട്ടണം, ഞാൻ നന്മമരവും ആവണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ വല്ലതും പറഞ്ഞാല് ഇയാളോട് എങ്ങോട്ടെങ്കിലും പോവാൻ പറയാൻ തീരുമാനിച്ചേ. ആശാ വർക്കർമാർ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. നമ്മൾ രണ്ടാളും അല്ലാണ്ട് വേറൊരാൾ ഈ വിഷയം അറിയരുതേ. നീ ഇന്ന് വരെ എന്നോട് പറഞ്ഞ രഹസ്യങ്ങൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കണക്ക് പേരെഴുതി ഞാൻ എഴുതിത്തരാം. ഞാൻ സഹായിച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ടാ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തായ്ലൻഡിൽ പോയിട്ട് ഞാനൊരു 10-22 കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നാട്ടിലെ ഓട്ടോറിക്ഷക്കാർക്ക് കൊണ്ടുപോയി വെച്ചോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ജനത്തെ കാണിക്കാനല്ലേ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. വേടൻ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു ഇന്റർവ്യൂലോ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു. ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം. പക്ഷേ നന്മവരം കളിക്കരുത്. നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയി വല്ലതും കഴിക്കേ. തമാശ അല്ല, കാര്യമായിട്ട് കഴിച്ചിട്ടില്ല.